നമസ്കാരം. ദിവ്യ IAS കമ്മ്യൂണിസ്റ്റോ വിജിലൻസ് കേസിലെ പ്രതിയോ? ഇതെന്താ ഇങ്ങനെ എന്തിനും ഏതിനും വിവാദം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവർ പറയുന്ന അവരുടെ നിലപാടുകളെ വിവാദമാക്കുന്നത്? ആർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവകാശമില്ലേ ഇവിടെ? എല്ലാം വിവാദമാക്കുന്നത് ആരാണ്? പക്ഷേ ഈ കാര്യം അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഇതല്പം വിവാദമാകും. കാരണം ഇതിൽ കുറച്ച് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ദിവ്യ എസ് അയ്യർ KK രാഗേഷിനെ പുകഴ്ത്തിയ വാഴ്ത്തുപാട്ടാണ് ഇപ്പോഴത്തെ ഈ വിവാദത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്ക് ആകെ അപമാനമായ പ്രവൃത്തിയാണ് ദിവ്യ എസ് അയ്യരുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഒരു IAS ഓഫീസർ ഒരിക്കലും ഇത്തരത്തിൽ പദവിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യാൻ പാടുള്ളതല്ല എന്നും ദിവ്യ എസ് അയ്യരുടെ സമീപകാല പ്രവർത്തികൾ അത് പരിശോധിച്ചാൽ അതിനെ ദുരുദ്ദേശപരമായി മാത്രമേ കാണാൻ പറ്റൂവെന്നും പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. CPM നേതാവ് K രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദിവ്യ എസ് അയ്യർ ഇപ്പോൾ ഇതാ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെ പുകഴ്ത്തി പോസ്റ്റിട്ടതും അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കുകയില്ല എന്ന് പറയട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുകഴ്ത്തുപാട്ട് ഉണ്ടാകുന്നത്? ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഇതേ ദിവ്യക്കെതിരെ ഉയർന്നു വന്ന ആരോപണവും സ്ഥലം മാറ്റവും അന്വേഷണത്തിന്റെ ഗതിയുമൊക്കെ പരിശോധിക്കേണ്ടതും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ യുവനേതാവ് ശബരിനാഥിന്റെ ഭാര്യയായ ദിവ്യ എസ് അയ്യർക്കെതിരെ സബ് കളക്ടറായിരിക്കെ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് എന്നുള്ളതാണ്. ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം സബ് കളക്ടർ ആയിരിക്കെയാണ് 2018 വർക്കള ഐരൂർ വില്ലേജ് റോഡിൽ പുറമ്പോക്കാണെന്ന് കണ്ടെത്തി തഹസീൽദാർ ഏറ്റെടുത്ത 1 കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടിരുന്നത്. മറന്നില്ല ആരും. ഐരൂർ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ച സ്ഥലമാണ് സബ് കളക്ടർ പതിച്ചു നൽകിയിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ അന്നത്തെ വർക്കല MLAയും ഇപ്പോൾ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ജോയിയാണ് ഭൂമി പതിച്ചു നൽകിയതിൽ പരാതിയുമായിട്ട് അന്ന് രംഗത്തെത്തിയിരുന്നത്. ചട്ടം മറികടന്ന് കോടികളുടെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് മറിച്ചു നൽകിയ സബ് കളക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു വന്നു. അപ്പോൾ ഈ വിവാദത്തെ തുടർന്ന് സ്ഥലം മാറ്റപ്പെട്ട ദിവ്യ എസ് അയ്യർ പിന്നീട് സർക്കാരിൻ്റെ ഉന്നത പദവികളിൽ എത്തിയത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ അവരുടെ പ്രീണന നിലപാടുകൾക്ക് പിന്നിലെ കാരണം എന്താണ് എന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും പകൽ പോലെ വ്യക്തമാകുന്നതാണ്. ഇനി ഞാൻ പറയണ്ടല്ലോ, ഭൂമി പതിച്ചു നൽകിയതുപോലുള്ള ഗുരുതര കുറ്റത്തിന് എന്തുകൊണ്ട് ദിവ്യ എസ് അയ്യർക്കെതിരെ വകുപ്പ് തല ശിക്ഷാ നടപടിയും വിജിലൻസ് കേസും എടുത്തില്ല എന്നതിന് സത്യത്തിൽ സർക്കാർ വിശദീകരണം നൽകേണ്ടതല്ലേ? ചെറിയ പിഴവുകൾക്ക് പോലും വലിയ ശിക്ഷ അനുഭവിച്ച് വകുപ്പ് തല നടപടികൾക്ക് ഇപ്പോഴും വിധേയരായിരിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇവർക്ക് ആർക്കും നൽകാത്ത പരിഗണന, പരിരക്ഷ, ആ പരിഗണന നടപടിയുടെ കാര്യത്തിലും ദിവ്യ എസ് അയ്യർക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ സംശയങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അപ്പോൾ സബ് കളക്ടറായിരിക്കെ ഗൗരവപരമായിട്ടുള്ള തെറ്റ് ചെയ്ത ദിവ്യ എസ് അയ്യർ എങ്ങനെയാണ് സീനിയർ IAS ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തും സാംസ്കാരിക വകുപ്പ് തലപ്പത്തുമൊക്കെ എത്തിയത് എന്നതിന് മറുപടി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യവുമായിട്ട് ചേർത്ത് വേണം ദിവ്യ എസ് അയ്യരുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളെയൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയക്കാരന്റെ തന്ത്രങ്ങളെ കവച്ചു വയ്ക്കുന്ന തന്ത്രങ്ങളാണ് IAS ഓഫീസറായിട്ടുള്ള ദിവ്യ എസ് അയ്യർ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിജിലൻസ് നടപടിയിൽ നിന്നും തലയൂരാനും പുതിയ പദവികൾ ലഭിക്കാനും അവരുടെ ഇത്തരം സ്ട്രാറ്റജി വിജയം കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഈ കാര്യത്തിലും. കാരണം K രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചുകൊണ്ട് മുൻപ് ദിവ്യ എസ് അയ്യർ ഇതേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിനൊപ്പം അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കനിവാർന്ന വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം, രാധേട്ട, രാധാകൃഷ്ണ, വലിയച്ച, സർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ട് മുഖരിതമായിരുന്ന മന്ത്രിവസതിയിൽ യാത്രയക്കാനെത്തിയ കുടുംബാംഗങ്ങൾക്കൊപ്പം
പത്തനംതിട്ടയിലെ കളക്ടർ വസതിയിൽ നിന്നും താൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്നുപോൽ എന്നായിരുന്നു ദിവ്യ എസ് ഐയുടെ അന്നത്തെ ഇൻസ്റ്റഗ്രാം കുറിപ്പ്. ഇതിനൊപ്പം കെ രാധാകൃഷ്ണനൊപ്പം എടുത്ത പുതിയ ചിത്രവും നേരത്തെ കളക്ടറായിരിക്കെ മന്ത്രി തൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയ വേളയിൽ പകർത്തിയ ചിത്രങ്ങളുമൊക്കെ ദിവ്യ ഇതിനോടൊപ്പം പങ്കുവെക്കുകയും ചെയ്തു. മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനെ കളക്ടർ പദവിയിലിരിക്കുന്ന ദിവ്യ എസ് ഐ കെട്ടിപ്പിടിച്ചതും ആ ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതും കടുത്ത അച്ചടക്ക ലംഘനമായിട്ടും അതിനൊരു വിശദീകരണം പോലും ചോദിക്കുവാൻ ഇതുവരെ ചീഫ് സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികളും ദിവ്യ എസ് ഐയുടെ ഭാഗത്ത് നിന്നും സമീപകാലത്ത് പൂർവാധികം ശക്തിയായി ഉണ്ടാകുന്നുണ്ട്. ദിവ്യ എസ് ഐയുടെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പരിശോധിച്ചാൽ ഇത്തരം ചെപ്പടി വിദ്യകളെല്ലാം തന്നെ ബോധപൂർവം സൃഷ്ടിക്കുന്നതായാണ് നമുക്ക് തോന്നിപ്പോവുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇനി അതിൽ നിന്ന് ഈ ദിവ്യയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പരസ്യമായി ബ്രേക്ക് ഡാൻസ് കളിച്ച് ഉദ്യോഗസ്ഥരെ ആകെ മാനം കെടുത്തിയ ചീഫ് സെക്രട്ടറി ഉള്ള നമ്മുടെ നാട്ടിൽ ഇതല്ല, ഇതിനപ്പുറവും സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിനെ ദിവ്യ എസ് ഐ പുകഴ്ത്തിയതും ഇതിൻ്റെയൊക്കെ തുടർച്ചയായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്ന് പറയട്ടെ. ഭരണതലപ്പത്ത് പിടിപാടുള്ളതിനാൽ താൻ എന്തു ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ഉറപ്പാണോ ദിവ്യ എസ് ഐയെ നയിക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്നതും അതുകൊണ്ടാണ് എന്നുള്ളതാണ്. കർണന് പോലും അസൂയ തോന്നും വിധമുള്ളതാണ് KKRന്റെ കവചമെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ദിവ്യ എസ് ഐ കുറിച്ചു വെച്ചത് എന്നുള്ളത് എല്ലാവരും മറന്നിട്ടില്ല. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച നിരവധി ഗുണങ്ങൾ ഉണ്ട് എന്നും വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് എന്നൊക്കെയാണ് കെ രാഗേഷിനെ ദിവ്യ പ്രശംസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സർവീസിലിരിക്കെ മറ്റൊരു ഉദ്യോഗസ്ഥനും ചെയ്യാത്ത പ്രവൃത്തി ചെയ്ത് ഇവിടെയും ദിവ്യ എസ് ഐ വ്യത്യസ്തയായിരിക്കുകയാണ്. അപ്പോൾ ദിവ്യയുടെ ഈ പ്രശംസ കേട്ട് ആദ്യം ശരിക്കും ഞെട്ടിയിട്ടുണ്ടാകുക KKR തന്നെയായിരിക്കും. കെ രാധാകൃഷ്ണന് പിന്നാലെ കെ രാഗേഷും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മനോരമ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് CPM നേതാക്കളെക്കുറിച്ചുള്ള ദിവ്യ എസ് ഐയുടെ അഭിപ്രായ പ്രകടനത്തെ തലസ്ഥാനത്തെ ഒരു വിഭാഗം CPM നേതാക്കൾ അടക്കം വിലയിരുത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ദിവ്യ എസ് ഐ ഇപ്പോഴും സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ കുറ്റക്കാരിയാണ്. ദിവ്യ എസ് ഐയുടെ പ്രീണന പ്രവൃത്തികളിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് അവരുടെ ഭർത്താവായിട്ടുള്ള ശബരിനാഥാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള G കാർത്തികേയനുമെതിരെ രൂക്ഷമായ പ്രതികരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നടത്തുന്നത്. AKG സെന്ററിൽ നിന്നല്ല ദിവ്യ എസ് ഐ ശമ്പളം പറ്റുന്നത് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആഞ്ഞടിച്ചപ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് K മുരളീധരൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഭരണമാറ്റം സംഭവിച്ചാൽ ശബരിനാഥിൻ്റെ ഭാര്യ എന്ന പരിഗണന നിയമനങ്ങളിൽ ലഭിക്കില്ലെന്ന വ്യക്തമായ സൂചനകളാണ് K മുരളീധരൻ അതിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ശബരിനാഥിനെ സംബന്ധിച്ച് പാർട്ടിക്ക് അകത്തുയർന്നു വന്ന പ്രതിഷേധമെന്ന് പറയപ്പെടുന്നത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദിവ്യയുള്ള പ്രതിഷേധം കാരണം കോൺഗ്രസുകാർ തന്നെ പാലം വലിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശബരിനാഥിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭർത്താവായിട്ടുള്ള ശബരിനാഥൻ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നത്. നമ്മൾ കേട്ടതാണ്. ദിവ്യയുടെ അഭിപ്രായം വ്യക്തിപരമെന്നും എന്നാൽ കുറച്ചുകൂടി അവധാനത വേണമായിരുന്നുവെന്നുമാണ് ശബരിനാഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന് വേണ്ടി രാപ്പകൽ അധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് ദിവ്യ എന്നും രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമെങ്കിലും അതിലൊരു വീഴ്ചയുണ്ട് എന്നും മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണമെന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ ധർമ്മമാണ് എന്നും ശബരി പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോസിറ്റീവ് വാക്കുകൾ പറയുന്നതിൽ തെറ്റില്ല എന്നും സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാമെന്നും ശബരി പറഞ്ഞിട്ട് പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെ അല്ല എന്നും അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം
പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറിയെന്നും അതുകൊണ്ടാണ് ഈ വിവാദം പൊട്ടി വീണതെന്നുമാണ് ശബരിനാഥൻ മയപ്പെടുത്തി പറഞ്ഞു വെക്കുന്നത്. തൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, വിശിഷ്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ധാരാളം നിയമപരമായിട്ടുള്ള സംരക്ഷണങ്ങളുണ്ട്. അതിനോടൊപ്പം ചില ചട്ടക്കൂടുകളുമുണ്ട്. അപ്പോൾ ഈ ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനാണ്. അപ്പോൾ ഈ വിഷയത്തെ കുറച്ചുകൂടി അവധാനതയോടുകൂടി കാണണമെന്ന തന്നെയാണ് തൻ്റെ അഭിപ്രായമെന്ന് ശബരിനാഥൻ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് അതായത് ഈ സിവിൽ സർവീസ് ചട്ടക്കൂടിന് എതിരാണ് കെ രാഗേഷുമായി ബന്ധപ്പെട്ട ദിവ്യയുടെ പ്രതികരണം എന്നത്. ഈ പ്രതികരണത്തിലൂടെ അവരുടെ ഭർത്താവ് തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ ഇത്തരമൊരു പ്രസ്താവന പുറപ്പെടുവിച്ച ശബരിനാഥൻ തൻ്റെ ഭാര്യയായ ദിവ്യ എസ് അയ്യർ IAS മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചതും പിന്നീട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പോസ്റ്റ് ചെയ്തതും സർവീസ് ചട്ടക്കൂടിന് എതിരാണ് എന്നതും തുറന്നു പറയാൻ തയ്യാറാകണം. സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ദിവ്യ എസ് അയ്യർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ മറ്റ് IASകാർ കൂടി സർക്കാർ ഉദ്യോഗസ്ഥരും ഇടപെട്ട് തുടങ്ങിയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭാര്യയെ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഉദ്യോഗസ്ഥ സമൂഹം ആഗ്രഹിക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ ഹീറോയാവാനും അധികാര കേന്ദ്രങ്ങളെ പ്രീണിപ്പിക്കുവാനും ഏത് IAS ഉദ്യോഗസ്ഥർക്കും പറ്റും. അവരത് ചെയ്യാത്തത് ഇരിക്കുന്ന പദവിയുടെ അന്തസ് തിരിച്ചറിയുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക ശ്രീ ദിവ്യ എസ് അയ്യർ. ദിവ്യ എസ് അയ്യരെ പോലെയുള്ളവർ മനസ്സിലാക്കേണ്ടതും അതുതന്നെയാണ്. സ്വന്തം നേട്ടം മാത്രമാകരുത് ലക്ഷ്യം. വഹിക്കുന്ന പദവിയോടും കൂടെയുള്ള കുടുംബത്തോടും ഒരൽപ്പം കൂറു കാണിക്കാനെങ്കിലും ശ്രമിക്കണം ദിവ്യ എസ് അയ്യർ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.